എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് നെഞ്ചിൽ കൈവച്ച് ചോദിക്കുകയാ, അൽഹാകുമുത്തകാസുർ ഹത്താ അസ്റതുൽ മഖാബിർ. മഖബറയിലേക്ക് ഒരു ദിവസവും നമ്മളെയും കൊണ്ടുപോവുകയില്ലേ? അന്നത്തെ ദിവസം വിട പറയുമ്പോ കഞ്ചാവിന്റെ ലഹരിയിലല്ല, മദ്യത്തിന്റെ സുഖത്തിലല്ല, കാമുകി പെണ്ണിന്റെ മടിത്തട്ടിലല്ല, സുന്നത്ത് നോമ്പ് പിടിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തെ കണ്ട് ഭാര്യ മക്കളോട് സലാം പറഞ്ഞ് വിട പറയാ. 6 അടി മണ്ണിലേക്കുള്ള യാത്ര ശുഭകരമാക്കാൻ ഇവിടെ നിങ്ങൾ പരിശ്രമിക്കണേ. ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല, ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അള്ളാനെ ഭയന്ന് ജീവിക്കണേ, അള്ളാനെ പേടിച്ച് ജീവിക്കണേ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കൈക്കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് മരുഭൂമിയിലൂടെ ലേക്ക് നടന്നു പോകുമ്പോ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ ചോരപ്പൈതലിനെ കയ്യിൽ പിടിച്ച് ആ ചോരപ്പൈതല് പൈതാഹത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ മരുഭൂമിയിൽ നിന്ന് ഒലിച്ചു വന്ന വെള്ളം കുടിപ്പിച്ച് സഫാ മർവയുടെ ഇടയിലൂടെ ഓടി അവസാനം 9 വർഷക്കാലം നിന്റെ ഭർത്താവില്ലാതെ തന്റെ പൊന്നുമോനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഭാര്യ. കാസർഗോഡ് പെങ്ങളോട് ഞാനിത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷനുമായി ഫേസ്ബുക്കിലും വാട്സപ്പിലും ചാറ്റ് ചെയ്യുന്ന, അന്യപുരുഷനുമായി ജീവിതം പങ്കിടുന്ന, പാവപ്പെട്ട ഭർത്താവിനെ മറന്നുപോകുന്ന, മക്കളോടുള്ള കടമകൾ മറന്നുപോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 9 വർഷം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് തിരിച്ചു വരുന്നത്. വരുന്ന സമയത്ത് 9 വയസ്സുകാരനായ പൊന്നുമോൻ ഇസ്മായിൽ ഓടിച്ചെന്ന് വാപ്പാനെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് അന്ന് രാത്രി ഉറക്കത്തില് സ്വപ്നം കാണുന്നു. ഒരു കഥക്ക് പോലും പറയാൻ കഴിയാത്ത, ടോൾസ്റ്റോയുടെ കഥക്ക് പറയാൻ കഴിയാത്ത നാടകമുഹൂർത്തം. രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹജറ, നമ്മുടെ മകന്റെ കഴുത്തറക്കാൻ അല്ലാഹു ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞു. ഹാജറ പരിഭവമില്ലാതെ പൊട്ടിക്കരയാതെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല. 9 വർഷം നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഈ കുഞ്ഞിനെ ഞാനാണ് വളർത്തിയതെന്ന് കണക്ക് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ കൽപ്പന ഇതാണെങ്കിൽ പിടിച്ചോന്ന് പറഞ്ഞ് 9 വർഷക്കാലം ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വളർത്തിയ പൊന്നുമോനെ കൺമണിയെ ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു കയ്യിൽ മൂർച്ചയുള്ള പിച്ചാത്തിയും മറുകയിൽ തന്റെ പൊന്നുമോനെ പിടിച്ചുകൊണ്ട് ഭർത്താവ് പാറക്കെട്ടിലേക്ക് പോകുമ്പോ വീടിന്റെ വരാന്തയിൽ ആ കാഴ്ച കണ്ടിട്ട് നിലവിളിച്ചിട്ടില്ല, പൊട്ടിക്കരഞ്ഞിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കയ്യിൽ മൂർച്ചയുള്ള പിച്ചാത്തിപ്പിടി, മറുകയിൽ കട്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോൾ കരുത്തറക്കാൻ കൊണ്ടുപോകുമ്പോ പാറക്കെട്ടിൽ മലത്തിക്കടത്തിയിട്ട് മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ, ഉപ്പാ എന്നെ കമഴ്ത്തിക്കടത്തറുക്കുപ്പാ, എന്തേ മോനെ, എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കഴുത്തിൽ കത്തിയുടെ പിടിമുറുക്കാൻ എന്റെ ഉപ്പാക്ക് കഴിയില്ല ഉപ്പാ, ഉപ്പാ എന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇറക്കാവൂ, എന്തേ പൊന്നുമോനെ, എന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് കത്തി എന്നെ ഞരമ്പ് മുറിച്ചിട്ട് രക്തം വെളിയിലേക്ക് വന്നെന്റെ ഉപ്പാന്റെ പൊന്നുമോൻ കൈകാലിട്ട് ഇങ്ങനെ അടിക്കുമ്പോ പിന്നെ ഉപ്പാക്ക് ബാക്കി അറുക്കാൻ കഴിയില്ല ഉപ്പാ, പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ ഞാനും ഉപ്പായും ഉമ്മായും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുമോ ഉപ്പാ? ഉപ്പെങ്ങാനും ഈ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞുപോയാൽ പിന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലല്ലോ ഉപ്പാ, എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ടറുക്കണം. 3ാമത് പറഞ്ഞു, എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ പൊന്നുമ്മാനെ ഒരിക്കലും കാണിക്കല്ല ഉപ്പാ, എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ ഈ കേട്ട് പടകിയ കഥ വീണ്ടും ആവർത്തിച്ചതെന്തെന്നറിയോ? പൊന്നുമോനെ പാറക്കെട്ടിലും മരന്ന് കിടക്കുമ്പോ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ ഉപ്പാനോട് സ്വർഗമെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു മകനെ പാവപ്പെട്ട ഇബ്രാഹിം നബിക്ക് സമർപ്പിച്ചു കൊടുത്തതാരെന്നറിയോ? 9 വർഷക്കാലം ഉപ്പയില്ലാതെ മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും മകനോട്, മോനെ ഇസ്മായിലേ, നിന്റെ വാപ്പ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയത് വാപ്പാടെ സുഖത്തിനല്ല, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടിയാണ് വാപ്പ നമ്മളെ ഇട്ടിട്ട് പോയതെന്ന്. വാപ്പയില്ലാത്ത സമയത്തും മക്കളോട് വാപ്പ
വാപ്പയുടെ ത്യാഗങ്ങൾ പറഞ്ഞുകൊടുത്ത് കട്ടപ്പാടുകൾ പറഞ്ഞുകൊടുത്ത് വളർത്തിയ പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ബീബി ഹാജറ റളിയല്ലാഹു തആല അൻഹാ. കാസർഗോഡ് ഭർത്താക്കന്മാരെ, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഓരോ സമയത്തും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ ഓരോ സമയത്തും പൊന്നുമക്കളെ, വാപ്പ ദുബൈയിൽ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കുന്ന, വാപ്പ സൗദി അറേബ്യയിലും മണലാരുണ്യത്തിലെ കിടന്ന് കട്ടപ്പെട്ടിട്ട് അയച്ചു തരുന്ന പൈസയാണ് മക്കളെ ഈ ഭക്ഷണമെന്ന് നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ത്യാഗത്തെക്കുറിച്ച് മക്കളോട് പറഞ്ഞുകൊടുത്ത് വളർത്തുന്ന മോനെ. കാസർഗോഡും ചെറുക്കളയിലും വാപ്പ അങ്ങാടിയിൽ നട്ടുച്ച നേരത്ത് ജോലി ചെയ്ത് മത്സ്യക്കച്ചവടം നടത്തി കൂലിപ്പണി ചെയ്ത് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ഈ ഭക്ഷണം. മക്കളെ, മക്കൾക്ക് 3 നേരം ചോറ് വിളമ്പി കൊടുക്കുമ്പോ മക്കളെ ഈ ചോറ് നിന്റെ വാപ്പ നട്ടുച്ച നേരത്ത് 3 ചക്രത്തിന്റെ മുകളിൽ ഓടിച്ചോടിച്ചുണ്ടാക്കുന്നതാണ്. നിന്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലാണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമെന്ന് ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ ത്യാഗത്തെക്കുറിച്ചും മക്കളോട് പറഞ്ഞു വളർത്തുന്നൊരു ഹാദറയെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പൊന്നുമോളെ, ഇതാണൊരു പെണ്ണിന്റെ നിയോഗമെന്ന് മനസ്സിലാക്കാൻ. അല്ലാതെ പാവപ്പെട്ട ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവൻ ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാണ് ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുമ്പോ അവനെ കാലം തൊലിവെളുപ്പുള്ളവനെ കാണുമ്പോ അവന്റെ ശരീരത്തിന്റെ പുറകെ പോകുന്നവളെ, ലതറ ഉന്നൽ ജഹീം ലതറ ഉന്നൽ ജഹീം, നീ ജഹീമെന്ന കത്തിക്കാളുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് തക്കാസുർ. അങ്ങനെ ഒരു ഭാര്യയെ നമുക്ക് കിട്ടണം. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ത്യാഗത്തെക്കുറിച്ച് ഭാര്യയോട് മക്കളോട് പറഞ്ഞു കൊടുത്ത് വളർത്തുന്നൊരു ഭാര്യ.